പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട് സന്ദർശിച്ചതിനെ തുടർന്ന് പ്രദേശത്തിന്റെ പുനരുദ്ധാരണത്തെക്കുറിച്ച് പ്രതീക്ഷ കൈവന്നു എന്ന് തുറന്നു പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഉരുൾപൊട്ടല് ദുരന്തത്തില് ഭീകരമായ നാശനഷ്ടം സംഭവിച്ച വയനാടിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേന്ദ്രം അനുവദിക്കുമെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി ഇന്ന് രാവിലെ വയനാട് സന്ദർശിച്ച് ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിരുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സാധാരണക്കാരെ അദ്ദേഹം ആശ്വസിപ്പിക്കുന്നതും കാണാമായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഹൃദയസ്പർശിയായ ഈ നടപടി വലിയ പ്രശംസയാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം വയനാട് ദുരിതത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ കേരളത്തോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. എത്ര വീടുകൾ തകർന്നു, എത്ര നാശനഷ്ടമുണ്ടായി, ഏത് രീതിയിൽ ജനങ്ങളുടെ പുനരധിവാസം നടത്താനുദ്ദേശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ മെമ്മോറാണ്ടമാണ് സമർപ്പിക്കേണ്ടത്. കേരളത്തിനൊപ്പമുണ്ടെന്നും ദുരിതാശ്വാസത്തിന് പണം തടസ്സമാകില്ലെന്നും സഹായം ലഭ്യമാക്കുമെന്നും ഇന്ന് കളക്ടറേറ്റില് നടന്ന അവലോകന യോഗത്തില് പ്രധാനമന്ത്രി അറിയിച്ചു. ഗുജറാത്തിലെ മച്ചു ഡാം തകർന്നുണ്ടായ ദുരന്തം വയനാട്ടില് പരാമർശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1979 ഓഗസ്റ്റ് 11 നടന്ന ഗുജറാത്തിലെ മച്ചു ഡാം തകർന്ന ദുരന്തം പരാമർശിച്ചുകൊണ്ടാണ് മോദി വയനാടിന്റെ കാര്യത്തില് അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. കൽപ്പറ്റയില് വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഗുജറാത്തിലെ ഡാം തകർന്ന ദുരന്തത്തെക്കുറിച്ച് വിവരിച്ചത്. അന്ന് രാജ്കോട്ട് ജില്ലയിലെ മോർബിയിലാണ് സംഭവം. നിലവിലെ മോർബി ഒരു ജില്ലയാണ്. വലിയ ദുരന്തത്തെ ഞാന് മുൻപ് അടുത്തറിഞ്ഞിട്ടുണ്ട്. 1979 ഗുജറാത്തിലെ മോർബിയിലെ ഡാം തകർന്ന് നിരവധി പേര് മരിച്ചു. വലിയ മഴയിലാണ് ഡാം തകർന്നത്. വെള്ളം ജനവാസ മേഖലയിലേക്ക് പാഞ്ഞെത്തി. നിരവധി പേരാണ് മരിച്ചത്. വീടുകൾക്ക് മുകളില് മണ്ണും ചെളിയും അടിഞ്ഞു. രക്ഷാപ്രവർത്തകരുടെ കൂട്ടത്തില് അന്ന് ഞാനുമുണ്ട്. എനിക്ക് വയനാട്ടിലെ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാകും. കുടുംബാംഗങ്ങള് മണ്ണിലായവരുടെ ദുഃഖം വലുതാണ്. സർക്കാർ അവരോടൊപ്പമുണ്ട്. കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും ചെയ്യും, പ്രധാനമന്ത്രി വ്യക്തമാക്കി. ദുരന്തമുഖത്ത് കേരളം ഒറ്റക്കല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് അവലോകന യോഗത്തില് പ്രധാനമന്ത്രി പറഞ്ഞു. നാശനഷ്ടങ്ങള് വിശദമായ മെമ്മോറാണ്ടമായി നൽകാന് മോദി സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടു. ദുരന്തബാധിതർക്കൊപ്പം നിൽക്കുകയാണ് ഏറ്റവും പ്രധാനം. അവർ ഒറ്റക്കല്ല. താന് പല ദുരന്തങ്ങളും നേരില് കണ്ടിട്ടുണ്ട്. അതിന്റെ ബുദ്ധിമുട്ടുകള് തനിക്ക് മനസ്സിലാകും. ദുരന്തത്തില് നൂറുകണക്കിനാളുകൾക്കാണ് എല്ലാം നഷ്ടമായത്. ദുരന്തത്തില് എല്ലാ നഷ്ടമായവരെ സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയാണെന്നും മോദി പറഞ്ഞു. ഇക്കാര്യത്തില് കേന്ദ്രം ഉദാരമായ സമീപനം സ്വീകരിക്കുമെന്നും പണമില്ലാത്തതിനാല് പുനരധിവാസം മുടങ്ങില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തബാധിത പ്രദേശങ്ങളായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയില് നേരിട്ടെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരന്തഭൂമി സന്ദർശിച്ച അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥര് കാര്യങ്ങള് വിശദീകരിച്ചു. തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരിതബാധിതരായ 9 പേരെ പ്രധാനമന്ത്രി നേരില് കണ്ടാശ്വസിപ്പിച്ചു. വിംസ് ആശുപത്രിയിലെ ചികിത്സയിലുള്ളവരെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എന്നിവര് പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ പറഞ്ഞത് മുല്ലപ്പെരിയാർ അത് തന്നെയാണ് സാർ പറഞ്ഞത്. അദ്ദേഹം ഗുജറാത്തിലെ അണക്കെട്ട് തകർന്നതിനെ കുറിച്ച് പറയുന്നു. എത്ര നേരമാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത്. ഉരുൾപൊട്ടല് കണ്ട അദ്ദേഹം അണക്കെട്ട് തകർന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മള് മനസ്സിലാക്കണം അദ്ദേഹം എന്താണ് പറയാതെ പറയുന്നതെന്ന്. വയനാട്ടിൽ ഉണ്ടായ ദുരന്തത്തിന്റെ തീവ്രത പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു എന്നാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത്. ടൗൺഷിപ്പ്, വീട് അടക്കമുള്ള പുനർനിർമ്മാണത്തിന് 2000 കോടിയും ജീവനോപാധി നഷ്ടപ്പെട്ടത് തിരികെ നൽകുക എന്നതിനടക്കം 1200 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത്. മറ്റധിക ചെലവുകള് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് താങ്ങില്ല എന്ന ബോധ്യം സംസ്ഥാന സർക്കാരിനുണ്ട്. ദുരന്തത്തിന്റെ വ്യാപ്തി പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതോടെ കേന്ദ്രത്തിൽ നിന്ന് പരമാവധി സഹായമാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം.
പ്രകൃതി ദുരന്തത്തില് അതിതീവ്ര നാശനഷ്ടമുണ്ടാകുമ്പോൾ പ്രഖ്യാപിക്കുന്ന L3 പട്ടികയിൽപ്പെടുത്തിയാലും സംസ്ഥാനത്തിന് പുനരധിവാസത്തിന് ആവശ്യമായ പണം കിട്ടും. L2 പട്ടികയില് പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ പണം കുറയും. പ്രാഥമികമായ കാര്യങ്ങള് പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നഷ്ടത്തിന്റെ പൂർണ്ണമായി കണക്കെടുത്ത് 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. പുനരധിവാസത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണത്തിനൊപ്പം സംസ്ഥാന ഖജനാവിൽ നിന്നും ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ട് കണ്ടെത്തി പുനരധിവാസം വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് സർക്കാരിന്റെ ആലോചന.